ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എബിക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അവന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞാൻ ആക്കുവാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്. ഡെയിലിയുള്ള ലഞ്ച് ബോക്സ് പാക്കിങ്ങിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫുഡും എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ എബിയായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയി കേട്ടോ. അപ്പോൾ എബിയും കുട്ടുവും ഒക്കെ ഒരുമിച്ചാണ് പോകുന്നത്. കുട്ടു എന്ന് വെച്ചാൽ എബിയുടെ കസിനാണ്. അപ്പോൾ രണ്ടുപേരുടെ ഒരുമിച്ച് താഴോട്ട് പോകും. ഞാൻ ആ ഒരു സൈഡിൽ വഴിയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകാറില്ല. അവരെന്നത്തെയും പോലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. എബിക്ക് ഞാൻ ലഞ്ച് ബാഗ് വാങ്ങിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ, വിളനാട് വെച്ചിട്ട്. അപ്പോൾ അത് വാങ്ങി ഞാൻ ബില്ലിടാൻ നേരത്തെ അവൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കാത്തത്. പക്ഷേ ഇപ്പോൾ അവന് അത് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തന്നപ്പോൾ വേണ്ടല്ലോ, അതുകൊണ്ട് ഇനി വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലഞ്ച് ബാഗ് കൂടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെന്ന് വെച്ചാൽ തോളിൽ അത്രയും വെയിറ്റ് തൂക്കണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാനും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞൊരു ദിവസമാണ്. ഞാൻ നമ്മുടെ വെളിയന്നൂർ തന്നെ ഒരു കുഞ്ഞ് സ്ഥലത്ത് ഒരു വീട് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് ലിങ്കേജ് എടുത്തതും ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് വീട് വയ്ക്കുന്നത്. അപ്പോൾ ഇന്നാണ് അവിടുത്തെ കതകും വാതിലും ഒക്കെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ ഇത് ചെയ്യുകയാണല്ലോ, അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ കോൾ വിളിച്ചാണ് കാണിച്ചത്. അപ്പോൾ അമ്മയും അഞ്ജുവും ടോമിയും പിള്ളേരും കാവ്യയും എൽസയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു വല്യച്ഛൻ ഞാൻ വെക്കുന്ന വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. എൻ്റെ ഒരു കൊച്ചിച്ചൻ ഞാൻ വെക്കുന്ന വീടിൻ്റെ തൊട്ട് സൈഡിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളിടയിലാണ് ഈ വീട് വരുന്നത് കേട്ടോ. ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ വെക്കുന്ന വീടിൻ്റെ ഫുൾ ചുറ്റിലും ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും ആണ്. അപ്പോൾ ആ ഒരു സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അപ്പോഴും പോകാം. പിന്നെ ഞാനും അശ്വിനും കൂടെ വെങ്ങാനൂർ വരെ പോയി കേട്ടോ. വെങ്ങാനൂർ പോയിട്ട് അവൾക്ക് മീനൊക്കെ വാങ്ങിക്കാനുണ്ടെന്നു, അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ നേരെ ബീനയുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് നല്ല വയറുവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ അശ്വിൻ എനിക്കൊരു സോഡ വാങ്ങി തന്നു കേട്ടോ. നാരങ്ങയും സോഡയൊക്കെ ആയിട്ട് വാങ്ങി തന്നു. അതും കുടിച്ച് കുറച്ച് നേരം വരെ സ്നേഹയുടെ വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബീനയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ബീന കുറേ തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടതുകൊണ്ട് ഓടിപ്പോയി അശ്വിനിയും തുണി വിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഞാൻ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ അവിടെ തന്നെ കുറേ നേരം വരെ ഇരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡും കഴിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ടില്ല അന്ന് തന്നെ തോന്നുന്നു. ഞാൻ ഈ വീഡിയോ എടുത്ത ആ ഒരു ദിവസമാണ് അവിടെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ എബിയെ വിളിക്കാനായിട്ട് ഞാൻ താഴോട്ട് പോയി. അവനെ വിളിച്ചുകൊണ്ട് വന്നു. അവനും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടൻ അപ്പോഴത്തേക്കും വന്നു കേട്ടോ. അപ്പോൾ ചേട്ടനാണ് എബിയെ ട്യൂഷനിലോട്ട് കൊണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വന്നു. മേലല്ല, ഞാൻ കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് വന്നു. എനിക്ക് തൊണ്ടവേദന ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡെയിലി തല കുളിക്കാറില്ല. എന്നാലും പറ്റുമ്പോഴൊക്കെ കുളിക്കും കേട്ടോ. ചൂടും തണുപ്പും ഒക്കെ മാറി മാറി ഉള്ളത് കൊണ്ട് തന്നെ കുളിക്കാറുമുണ്ട് തലയും. ഇടയ്ക്ക് തൊണ്ടവേദനയാണെങ്കിൽ മാത്രം ഞാൻ മേലൊക്കെ കഴുകിയിട്ട് അങ്ങ് കയറും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായയൊക്കെ ഇടാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് ചേട്ടൻ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എബി ട്യൂഷന് പോയിട്ട് വരുമ്പോഴത്തേക്കും കടയിൽ നിന്ന് തന്നെ സാധനങ്ങളും പാലും ഒക്കെ എടുത്തിട്ട് വരും. അങ്ങനെയാണ് പതിവായിട്ട് നടക്കുന്നത്. അതാണ് എളുപ്പം. കാരണം എബിയെ വിളിച്ച് സാധനങ്ങളും എടുത്ത് ഇങ്ങ് വരാം, അതാണ് എളുപ്പം. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഭയങ്കര കൊതുവാണ് കേട്ടോ. മഴ ശല്യവും ഒക്കെ കാരണം ഇപ്പോൾ ഭയങ്കര കൊതുവാണ്. അതുകൊണ്ട് തന്നെ ഒരു തിരിയും കത്തിച്ചു കേട്ടോ. ബോഡി ഗാർഡിൻ്റെ ഒരു തിരിയാണ്, അതും കത്തിച്ച് പതിവ് സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാല് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പാലൊന്ന് കാച്ചി വെക്കണം. കാച്ചി വയ്ക്കാതിരുന്ന കേടായി പോവും. അതുകൊണ്ട് തന്നെ പാലെല്ലാം എടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് 2-3 വട്ടം തിളപ്പിക്കാൻ കേട്ടോ. തിളപ്പിച്ചിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കും. പിന്നീട് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് നല്ല പാൽപ്പാടം മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് നല്ല കട്ടയ്ക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റും. ഇനി വീട്ടിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷെയ്ഡ് വാർപ്പുണ്ടല്ലോ, ആ ഒരു സമയത്തായിരിക്കും ഞാൻ മിക്കവാറും ഇനി വീട്ടിലോട്ട് പോകുന്നത്. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും പാൽപ്പാടം നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ തന്നെ നല്ല നെയ്യ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്. ചായ ഞങ്ങൾക്ക് 3 പേർക്ക് പകർത്തിയതിന് ശേഷം ബൂസ്റ്റ് ഇടുകയാണ് കേട്ടോ.
ഇപ്പോൾ ഇത് വെച്ച് കുടിച്ച് തന്നെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇത് വെച്ച് കുടിക്കാനും. ഹോർലിക്സും ഇഷ്ടമാണ്. ഞങ്ങളൊരിക്കൽ മുമ്പ് വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് കോംപ്ലാൻ വാങ്ങി കേട്ടോ. പക്ഷേ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കോംപ്ലാൻ. പക്ഷേ ഇത് കൊള്ളാം, ബൂസ്റ്റും ഹോർലിക്സും കൊള്ളാം. വേറെ ഒന്നും അങ്ങനെ അധികം പരീക്ഷിച്ചിട്ടുമില്ല. ഇടയ്ക്ക് വുമൻസ് ഹോർലിക്സ് ഒക്കെ വാങ്ങണമെന്ന് വിചാരിക്കും. അത് പിന്നെ ഞാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, അവരും ഉപയോഗിക്കത്തില്ല അങ്ങനെ. അപ്പോൾ ഇതാ എൽസയും മിക്കും കൂടെ അടി കൂടുകയാണ് കേട്ടോ. എൽസയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്കുവിൻ്റെ അടുത്ത്. പക്ഷേ മിക്കു എന്താണെന്നറിയില്ല, അങ്ങോട്ട് ഇത്തിരി ഞോണ്ടാനായിട്ട് പോകും കേട്ടോ അവളുടെ അടുത്ത്. അങ്ങനെ ഇതാ ഓടി വരുവാണ് മിക്കു. എൽസ അടിക്കുമെന്ന് വിചാരിച്ച് മിക്കു ഓടി അമ്മയുടെ അടുത്ത് കയറി. അപ്പോൾ പിന്നെ കാവ്യ എൽസയെ എടുത്തു. എബിയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന ഓരോരോ സാധനങ്ങളെടുത്ത് കാണിക്കും. ഇതിപ്പോൾ എൽസ ഉള്ളത് കൊണ്ട് അവൻ എല്ലാ സാധനവും അവൻ്റെ കയ്യിൽ തന്നെ വേണം. അങ്ങനെയൊക്കെയാണുള്ള ബഹളങ്ങളൊക്കെ ഉണ്ട് ആശാന്. പിന്നെ കുറേ നേരത്തെ വാശിയും ബഹളമൊക്കെ ഞാൻ കണ്ടു കേട്ടോ വീഡിയോ കോളിൽ കൂടെ തന്നെ. എൽസക്കുട്ടി കണ്ടോ, കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2-3 നൈറ്റി അടിക്കാൻ ഉണ്ടായിരുന്നു. ബീനയുടെ നൈറ്റിയാണ് കേട്ടോ അടിക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ജോലി എന്ന് വെച്ചാൽ ഈ നൈറ്റി അടിക്കണം. പിന്നെ ഞാൻ നാളെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ 3ാമത്തെ സെക്ഷൻ കേക്കാണ്. ആദ്യം നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം സ്പഞ്ചായിരുന്നു, വാനില സ്പഞ്ച്, പിന്നെ ചോക്ലേറ്റ് സ്പഞ്ചും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനിതാ നമ്മൾ കേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് പ്ലം കേക്കാണ് കേട്ടോ. നല്ല കൊള്ളായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വഴിയെ ഇടാം എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കണം. തലേ ദിവസം തന്നെ ചെയ്ത് വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇരുന്ന് രാത്രിയാണ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തുണി തയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നൈറ്റി തയ്ക്കാനുണ്ടായിരുന്നു, ഷേപ്പ് അടിക്കാനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അതൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സാണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും എബിയുടെ തന്നെ അങ്ങനെ തയ്ച്ചു കൊടുക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ അത്യാവശ്യം കൊണ്ടുവരുവാണെങ്കിലും അവരുടേതും ഞാൻ അങ്ങനെയാണ് തയ്ച്ചു കൊടുക്കുന്നത്. എല്ലാം എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ശരീരം എന്നെക്കൊണ്ട് അനുവദിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തയ്ക്കണമെന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ എത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നിനും നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. എന്നാലും കുഴപ്പമില്ല, ഉള്ളതുപോലെയൊക്കെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം തയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ തയ്ക്കുന്നതൊക്കെ വീഡിയോ എടുക്കാതെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ തലേ ദിവസം തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ കാരമലും ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തയ്യലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി പാടുള്ള പണിയാണ് കേട്ടോ ഇത് മാത്രമല്ല, ഇനി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാതും അങ്ങനെയാണ്. നല്ലതുപോലെ പാടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഒന്നിനും ഞാൻ ഇനി പിന്നോട്ടില്ല. എനിക്ക് എന്തെങ്കിലും സ്വയമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് പോകണമെന്ന് ഇപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. അതാവുമ്പോഴത്തേക്കും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും നടന്നു പോകും, ഇങ്ങനത്തെ ജോലികൾ നടന്നു പോകും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.